ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചതല്ല, ആഗ്രഹിച്ചതുമല്ല. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ കുട്ടനാട്ടിലൂടെ, അതായത് കൈനകരി ഏരിയയിലേക്ക് പോയപ്പോഴത്തേക്കാണ് ഇപ്പം കൃഷി ഇറക്കിയതിന് ശേഷം ഈ പാടം ഇത്രയും തളിർത്ത് നിൽക്കുന്ന ഒരു സീൻ കണ്ടത്. അത് കണ്ടപ്പോഴത്തേക്ക് അതേക്കുറിച്ച് ഒരു വാക്ക് പറയണമെന്നും നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടിന് എന്ത് ഭംഗിയാണല്ലേ, ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ വെച്ച്. ഈ ഏരിയയിൽ താമസിക്കുന്നവർ സത്യം പറഞ്ഞാൽ ഭാഗ്യവന്മാരാണ്. ഈ വെള്ളവും കാര്യങ്ങളും വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുട്ടനാട്ടിൽ ജീവിക്കുന്നവർ എന്തുകൊണ്ടും ഭാഗ്യം ചെയ്തവരാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഈ കായലാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലുള്ള പാടങ്ങളാണെങ്കിലും കാണുമ്പോഴത്തേക്ക് അത് മനസ്സിനൊരു പ്രത്യേകതരം കുളിർമയല്ലേ ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. പണ്ടാരോ പറഞ്ഞതുപോലെ, ഏതോ വിദേശികൾ പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴയ്ക്ക് മറ്റുള്ള ഇതിനേക്കാളും നല്ല ഭംഗിയാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ആ ഭംഗിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം ഉണ്ട്. നിങ്ങൾ തന്നെ നോക്ക്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കൈനകരിയിലേക്ക് പോകുമ്പോൾ ഉള്ള പാടശേഖരത്തിലാണ്. അതായത് ഹൈവേയിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. നേരെ മറിച്ച് പച്ചപ്പ് മാത്രമല്ല, കുറച്ചുകൂടെ അകത്തേക്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാതെ കണ്ണത്താ ദൂരത്ത് പാടം കിടക്കുന്ന ഏരിയകളുണ്ട്. അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട്. അപ്പം ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളായിട്ടൊക്കെ ചിലവഴിക്കാനാണെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ്. ശരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ പള്ളാത്തുരുത്തി പാലം കഴിഞ്ഞ് കൈനകരിയിലേക്ക് പോകുന്ന ഏരിയയിൽ റോഡ് സൈഡിൽ തന്നെയുള്ളൊരു പാടത്തിലാണ്. ഈ പാടത്തിന് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും പാടം മനോഹരമാണെങ്കിലും റോഡിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് ആ യഥാർത്ഥ പച്ചപ്പിൻ്റെ ഇത് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ കുട്ടനാടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ റോഡിൻ്റെ സൗണ്ടോ ഇല്ലാത്ത ഭാഗങ്ങളിലാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് ആ ബ്യൂട്ടി ആസ്വദിക്കാനായിട്ട് പറ്റും. അതിപ്പം നല്ല രീതിയിൽ തളിർത്ത് കിടക്കുന്ന നല്ല പച്ച വിരിച്ച പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ പറയുന്നത് ആലപ്പുഴ വരുന്നവർക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും കുട്ടികളായിട്ടൊക്കെ ആണെങ്കിലും ഒരു ദിവസം ഈ പാടത്ത് തന്നെ ചിലവഴിക്കാനുണ്ടെന്ന് വേണം പറയാനായിട്ട്. കാരണം അത്രയ്ക്ക് കാണാനുണ്ട്, അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാനുള്ളതുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ആലപ്പുഴയുടെ ഭംഗി ശരിക്കും നിങ്ങളെ കാണിച്ചു തരാം. ഇനിയും ആലപ്പുഴയുടെ കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാത്ത സ്ഥലങ്ങൾ കാണിച്ചു തരാം. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.